ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു സൈലം റെയിൽവേസ്. അപ്പോൾ റെയിൽവേ എക്സാമുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അണ്ടർ ഗ്രാജുവേറ്റിന്റെ എക്സാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വരാനിരിക്കുന്ന എക്സാമുകൾ ഏതൊക്കെയാണ്, എപ്പോഴൊക്കെയായിരിക്കും ആ എക്സാമിന്റെ നോട്ടിഫിക്കേഷനുകൾ, എപ്പോഴൊക്കെയായിരിക്കും എക്സാമിനേഷൻ ഡേറ്റ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ തവണ അല്ലെങ്കിൽ നടന്നു വന്ന എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ്, എപ്പോഴൊക്കെയായിരുന്നു നോട്ടിഫിക്കേഷൻ, എപ്പോഴൊക്കെയായിരുന്നു എക്സാം നടന്നത് എന്നുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇനി വരാനിരിക്കുന്ന എക്സാമുകളിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ RRB ALPയുടെ 2024 നോട്ടിഫിക്കേഷൻ വന്നത് കഴിഞ്ഞ വർഷം 2024 ജനുവരിയിലായിരുന്നു. ഏകദേശം 18,799 വേക്കൻസികളാണ് ഫൈനൽ വേക്കൻസികളായിരുന്നത്. ഓക്കെ, എക്സാം നടന്നത് നവംബർ 24-നായിരുന്നു. അതായത് 2024 നവംബറിലായിരുന്നു. ഏകദേശം എത്ര മാസം കിട്ടി? 11 മാസത്തോളം നമുക്ക് പഠിക്കാനുള്ള ഒരു സമയം കിട്ടി. ALP എക്സാം നോട്ടിഫിക്കേഷനും എക്സാം ഡേറ്റും തമ്മിൽ 11 മാസത്തെ ഗ്യാപ്പാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ടെക്നീഷ്യൻ ഗ്രേഡ് 1-ന്റെയും 3-ന്റെയും നോട്ടിഫിക്കേഷൻ മാർച്ചിൽ ഔട്ടായി. ഡിസംബർ വരെ പഠിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. ഡിസംബറിലായിരുന്നു എക്സാം നടന്നത്. നമുക്ക് ഏകദേശം 9 മാസത്തോളം ഇത് പഠിക്കാനുള്ള സമയം കിട്ടി. ഏകദേശം 14,298 വേക്കൻസികളായിരുന്നു ടെക്നീഷ്യൻ ഗ്രേഡ് 1-നും 3-ക്കും ഉള്ളത്. അതുപോലെ തന്നെ RPF SIയും RPF കോൺസ്റ്റബിളിന്റെയും നോട്ടിഫിക്കേഷൻ ഏപ്രിലിൽ വന്നു. RPF SIയുടെ എക്സാം നടന്നത് ഡിസംബറിലായിരുന്നു അല്ലെ. ഏകദേശം നമുക്കൊരു 8 മാസത്തോളം അത് പഠിക്കാനുള്ള സമയം കിട്ടി. RPF കോൺസ്റ്റബിളിന് പഠിക്കാനായിട്ട് നമുക്ക് ഏകദേശം 11 മാസം സമയം കിട്ടിയിട്ടുണ്ട്, നോട്ടിഫിക്കേഷനും എക്സാം ഡേറ്റും തമ്മിൽ. SIയുടെ വേക്കൻസി 452 ആയിരുന്നു. കോൺസ്റ്റബിളിന്റെ വേക്കൻസി 4,208 വേക്കൻസികളായിരുന്നു. ഈ എക്സാം എല്ലാം കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ RRB JE എക്സാം വന്നു. ജൂലൈയിലായിരുന്നു അതിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് പ്രകാരം ഡിസംബറിൽ ഏകദേശം ഒരു 5 മാസത്തോളമാണ് നമുക്ക് JE എക്സാമിന് പഠിക്കാനായിട്ടുള്ള സമയം കിട്ടിയത്. അതായത് നോട്ടിഫിക്കേഷനും എക്സാം ഡേറ്റും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പാണ് നമ്മൾ നോക്കുന്നത്. എത്ര വേക്കൻസികൾ ഉണ്ടായിരുന്നു? ഏകദേശം 8,000-ഓളം വേക്കൻസികൾ, 7,951 വേക്കൻസികൾ ഉണ്ടായിരുന്നു. അതിനുശേഷം NTPC ഗ്രാജുവേറ്റിന്റെയും അണ്ടർ ഗ്രാജുവേറ്റിന്റെയും നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ 2024 സെപ്റ്റംബറിൽ ഔട്ടായി. ജൂണിലായിരുന്നു എക്സാം എന്ന് പറയുന്നത്. സെപ്റ്റംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു. 2025 ജൂണിലായിരുന്നു അതിന്റെ എക്സാം എന്ന് പറയുന്നത്. NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റിന്റെ എക്സാം ആണ് ഇനി നടക്കാൻ പോകുന്നത്. ഓഗസ്റ്റ്, ഈ മാസമാണ് നമ്മുടെ എക്സാം നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഏകദേശം ഇതിന് 11 മാസത്തോളം ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് പഠിക്കാനായിട്ട്. നമുക്കിപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് നിൽക്കുന്നത് RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ജനുവരിയിൽ വന്നതാണ്. ഇതുവരെയായിട്ടും എക്സാമിന്റെ ഡേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. അപ്പോൾ മിനിമം ഒരു 11 മാസമെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം നവംബർ ഒക്കെ ആകുമ്പോഴേക്കും എക്സാം ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ഒരു അസംഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് ഈ ഗ്രൂപ്പ് ഡി പോലെയുള്ള എക്സാമുകൾ, അതുപോലെ തന്നെ RRB NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് പോലെയുള്ള എക്സാമുകളൊക്കെ അത്രയധികം ഓഡിയൻസ് ഉള്ളതാണ്. അപ്പൊ അത്രയധികം എക്സാമിനേഷൻ സെന്റേഴ്സ് വേണ്ടി വരും. അതിനുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഡിലേസ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കേസുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് എക്സാം ഡിലേ ആവുന്നത്. നവംബർ ഡിസംബർ മാസങ്ങളിൽ അല്ലെങ്കിൽ നവംബർ വരെ നമുക്ക് മാക്സിമം ഒരു ഡേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. നവംബറിലൊക്കെ ഒരു എക്സാം ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏകദേശം 32,438 വേക്കൻസികളാണ് ഗ്രൂപ്പ് ഡിക്ക് ഉള്ളത്. ഇതാണ് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ കലണ്ടർ പ്രകാരം നടക്കുന്ന എക്സാമുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം റെയിൽവേ ഒരു വർഷം വിളിച്ചിട്ടുള്ള എക്സാമുകളാണ് ഈ പറയുന്നത്. ഇതിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എത്ര വേക്കൻസികളാണ് ടോട്ടൽ ആയിട്ടുള്ളത്? ഏകദേശം 90,000 വേക്കൻസികളാണ് ഇതിന് ടോട്ടലായിട്ട് ഒരു വർഷം റെയിൽവേ എക്സാം മുഖേന നടത്തുന്ന എക്സാമുകൾ മുഖേന പ്ലേസ്ഡ് ആവുന്നത് 90,000-ലധികം ഉദ്യോഗാർത്ഥികളാണ്. ഒരു വർഷം സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന എക്സാമുകളായിട്ടുള്ള RRB SSC എക്സാമുകൾക്ക് എല്ലാത്തിനും ഏകദേശം 1,00,000-ഓളം വേക്കൻസികളാണ് വരുന്നത്. അപ്പൊ ഇത്തരം എക്സാമുകൾ അവൈലബിൾ ആയിട്ട് അല്ലെങ്കിൽ ഇത്തരം എക്സാമുകൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പലരും അറിയുന്നില്ല, ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നില്ല. പക്ഷെ ഇനി വരാനിരിക്കുന്നത്, ഇപ്പൊ എന്തായാലും ഈ എക്സാമുകൾ കഴിഞ്ഞു, ഇനി വരാനിരിക്കുന്ന വർഷം, അതായത് ഈ വർഷവും അതുപോലെ അടുത്ത വർഷവുമായിട്ട് നടക്കാൻ പോകുന്ന റെയിൽവേയുടെ എക്സാമുകൾ ഏതൊക്കെയാണ് എന്നുള്ളതും റെയിൽവേ ഒരു കലണ്ടർ ഏത് മാസം കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ റെയിൽവേ ഒരു ആനുവൽ കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആനുവൽ കലണ്ടർ പ്രകാരം പറയുന്ന കാര്യം എന്താണെങ്കിൽ റെയിൽവേ സോണുകളും പ്രൊഡക്ഷൻ യൂണിറ്റുകളും അവരവരുടെ വേക്കൻസികൾ അപ്ഡേറ്റ് അല്ലെങ്കിൽ അസസ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ അവരുടെ വേക്കൻസികൾ എത്രയാണെന്നുള്ളത് അസസ് ചെയ്യപ്പെടണം അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടണം എന്നാണ് പറയുന്നത്. അതായത് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ ICF പോലെയുള്ള ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി, നമുക്കറിയാം വന്ദേ ഭാരതിന്റെ കോച്ചുകളും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ICF-ലാണ്. അപ്പൊ അവിടെയുള്ള വേക്കൻസികൾ, ഓരോ സോണിലുള്ള വേക്കൻസികളൊക്കെ അതത് പോർട്ടലുകളിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടണം. ഓക്കെ, അത് പ്രകാരം ആണ് ഇനി വരാനിരിക്കുന്ന എക്സാമുകൾക്ക് അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന എക്സാമിനേഷൻ
വാക്കൻസികളും ഡേറ്റുകളൊക്കെ തീരുമാനിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു നോട്ടീസിന് ശേഷമാണ് RRB എന്ത് ചെയ്തിരിക്കുന്നത്, ഇവരുടെ കലണ്ടർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രകാരം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ജനുവരി മാർച്ച് മാസങ്ങളിലാണ്, അല്ലെങ്കിൽ ജനുവരി ടു മാർച്ചിനുള്ളിലാണ് നോട്ടിഫിക്കേഷൻ വരുമെന്ന് അവർ പറഞ്ഞിരുന്നത്. വേക്കൻസികൾ ഏതാണ്? 2026 വരെയുള്ള വേക്കൻസികളാണ് ഈ വരുന്ന അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് വഴി ഫില്ല് ചെയ്യപ്പെടുന്നത്. അതായത് എന്താണ്, 2024 നവംബറിൽ എന്താണ് നമുക്കറിയാം, ഓൺലൈൻ ഇന്റഗ്രേറ്റഡ് റിക്രൂട്ട്മെന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന റെയിൽവേയുടെ പോർട്ടലില് 2026 വരെയുള്ള വേക്കൻസികൾ അപ്ഡേറ്റ് ചെയ്യണം. ആ വേക്കൻസികളിലേക്കായിരിക്കും ഇനി വരാനിരിക്കുന്ന ALP എക്സാം മുഖേന ഫില്ല് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കുക. ആ വേക്കൻസികൾ നവംബറിൽ വെച്ച് കഴിഞ്ഞാൽ OIRMS എന്ന് പറയുന്ന പോർട്ടല് അത് അപ്രൂവ് ചെയ്യും, ഡിസംബറിൽ അപ്രൂവ് ചെയ്യും. പിന്നെന്താണ്, നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള പ്രപ്പോസൽ 2025 ഈ ജനുവരിയിലെ നോട്ടിഫിക്കേഷന്റെ സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസിനുള്ള പ്രപ്പോസൽ കൊടുത്തു. അത് പ്രകാരമാണ് ഈ വന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ജനുവരി മാർച്ച് മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് പറഞ്ഞത്, വന്നു അല്ലെ? ഏപ്രിൽ ആയപ്പോൾ ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നു. ഈ 2025 ഏപ്രിൽ വന്നു. ജനുവരി മാർച്ച് എന്നുള്ളത് ഒരു മാസം ഡിലേ ആയി, ഏപ്രിലായി. അതിനുശേഷം പറയുന്നത് ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ വരും എന്നാണ് പറയുന്നത്. ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ നോട്ടിഫിക്കേഷൻ വരും. സെയിം പ്രോസസ് തന്നെ OIRMS അപ്ഡേറ്റ് ചെയ്യണം. OIRMS അതിന് അപ്രൂവൽ കൊടുക്കും. അതിനുശേഷം എന്താണ്, എംപ്ലോയ്മെന്റ് നോട്ടീസ്, അതായത് നോട്ടിഫിക്കേഷനുള്ള ഡ്രാഫ്റ്റ് കൊടുക്കും. ആ ഡ്രാഫ്റ്റ് പ്രകാരം ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞു. ജൂൺ മാസത്തിൽ ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ വന്നു. ഇനി വരാനിരിക്കുന്ന എക്സാമുകളാണ് ALP, അതുപോലെ തന്നെ ടെക്നീഷ്യൻ. അത് കഴിഞ്ഞാൽ വരുന്ന എക്സാം ആണ് ഇവിടെ കലണ്ടർ പ്രകാരം പറയുന്നത് NTPC ഗ്രാജുവേറ്റ്, നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. എന്നാണ് നോട്ടിഫിക്കേഷൻ വരിക? നമ്മൾ ഇതിൽ പറയുന്ന പ്രകാരം ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് എന്ത് നോട്ടിഫിക്കേഷൻ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. അതായത് 30/9/2026, അതായത് സെപ്റ്റംബർ 30 വരെ, അടുത്ത വർഷം സെപ്റ്റംബർ 30 വരെയുള്ള വേക്കൻസികളാണ് OIRMS ആഡ് ചെയ്യപ്പെടുന്നത്. അത് പ്രകാരം അടുത്ത സെപ്റ്റംബർ വരെയുള്ള വേക്കൻസികൾ റെയിൽവേയിലെ അടുത്ത സെപ്റ്റംബർ വരെയുള്ള NTPCയുടെ ഗ്രാജുവേറ്റ് ലെവലിലുള്ള എല്ലാ പോസ്റ്റുകളും ഈ എക്സാം വഴി ജൂലൈ ഈ വർഷം ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് വരുന്ന NTPCയുടെ നോട്ടിഫിക്കേഷൻ വഴി ഫില്ല് ചെയ്യപ്പെടും. അതുപോലെ തന്നെയാണ് എന്തും പറയുന്നത്, NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലും എന്തുതന്നെയാണ് ഇതേ ടൈമിൽ തന്നെയാണ് നോട്ടിഫിക്കേഷൻ, ജൂലൈ സെപ്റ്റംബറിലും. അതുപോലെ തന്നെ RRB ജെയുടെ എക്സാം എന്താണ്, ജൂലൈ സെപ്റ്റംബറിലാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ വരിക. അതായത് സെപ്റ്റംബർ മാസത്തിലെങ്കിലും നമുക്ക് എന്താണ് NTPCയുടെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസികളായിട്ട് റെയിൽവേ പൊതുവെ വിളിക്കുന്ന എക്സാം ആണ് എന്ത്, RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം 32,438 വേക്കൻസികളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആ എക്സാം വിളിക്കാൻ ലെവൽ 1 എക്സാം ആണ് നമുക്കറിയാം. അത് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ, അതായത് 2025 ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും എന്തുണ്ടായിരിക്കുക, ഈ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കുക. അത് പ്രകാരമായിരിക്കും എക്സാമും വരുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഇനി വരാനിരിക്കുന്നത് ഈ കലണ്ടർ പ്രകാരം നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ പറയാം എന്താണ്, RRB ALPയുടെ നോട്ടിഫിക്കേഷൻ ജനുവരി മാർച്ച് മാസത്തിൽ വരുമെന്നാണ് പറഞ്ഞത്. ഏപ്രിൽ മാസത്തിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ഓക്കെ, ഒരു 1 മന്ത് ഡിലേ ഉണ്ട്, പ്രശ്നമില്ല. ടെക്നീഷ്യൻ ഗ്രേഡ് 1ഉം ഗ്രേഡ് 3ഉം ഏപ്രിൽ ജൂണിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആനുവൽ കലണ്ടർ പ്രകാരം അല്ലെ. ടെക്നീഷ്യന്റെ എന്താണ് ഏപ്രിൽ ജൂണിൽ വരുമെന്ന് പറഞ്ഞു. എന്താണ് ജൂൺ ആയപ്പോഴേക്കും നോട്ടിഫിക്കേഷൻ വന്നു. അതിനുശേഷം പറയുന്ന കാര്യമാണ് RRB ഗ്രാജുവേറ്റ് ലെവലിന്റെ, അത് ജൂലൈ സെപ്റ്റംബറിലാണ് നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറയുന്നത്. നമുക്കൊരു സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്കും, ഈ വർഷം തന്നെ സെപ്റ്റംബർ ആകുമ്പോഴേക്കും നമുക്ക് NTPC ഗ്രാജുവേറ്റിന്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. RRB NTPC അണ്ടർ ഗ്രാജുവേറ്റിന്റെ ജൂലൈ സെപ്റ്റംബർ മാസത്തിൽ തന്നെയാണ് പറയുന്നത്. ഗ്രാജുവേറ്റിന്റെയും അണ്ടർ ഗ്രാജുവേറ്റിന്റെയും നോട്ടിഫിക്കേഷൻ ഈ വർഷം സെപ്റ്റംബർ ആകുമ്പോഴേക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. RRB ജെയുടെയും സെയിം തന്നെ സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. ഈ ഗ്രൂപ്പ് ഡി എക്സാം കഴിഞ്ഞാൽ അടുത്ത വർഷവും എന്തുണ്ട്, ഗ്രൂപ്പ് ഡി എക്സാം ഉണ്ട്. ഓക്കെ, ഇപ്പൊ നടക്കാൻ പോകുന്നേ ഉള്ളൂ. അത് ഈ വർഷം തന്നെ നടക്കുമെന്നാണ് നമ്മളും എക്സ്പെക്ട് ചെയ്യുന്നത്. അടുത്ത വർഷത്തെ ഗ്രൂപ്പ് ഡി എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളത് ഒക്ടോബർ ഡിസംബർ മാസത്തിലാണ്. വമ്പൻ വേക്കൻസികളായിട്ടാണ് പൊതുവെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വരാറുള്ളത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഇനിയും ഒരുപാട് റെയിൽവേ എക്സാമുകൾ വരാനിരിക്കുന്നുണ്ട്. റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻസ് ആണ് ഇനി വരാനിരിക്കുന്നത്. അത് പ്രകാരം എക്സാമുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കും. ഇനി 2025 നോട്ടിഫിക്കേഷൻസ് പറഞ്ഞു. ഇനി എന്താണ്, ഈ ഒരു ആനുവൽ ആവുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വർഷം അവസാനം ആവുമ്പോൾ റെയിൽവേ അടുത്ത ആനുവലിലെ
എക്സാമിന്റെ കലണ്ടർ പബ്ലിഷ് ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇനി വരും വർഷങ്ങളിലും, അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ ഏകദേശം എക്സാം കഴിയുമ്പോൾ 2026 കഴിയും. ആ 2026 കഴിഞ്ഞാൽ പിന്നെ വരുന്ന എക്സാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റും റെയിൽവേ ഈ വർഷം തന്നെ തരും. സോ ലക്ഷക്കണക്കിന് വേക്കൻസികളാണ്, നമുക്കറിയാം 1 ലക്ഷത്തോളം വേക്കൻസികളാണ് റെയിൽവേ എല്ലാ വർഷവും ഫില്ല് ചെയ്യപ്പെടുന്നത്. ഈ വേക്കൻസികളിലേക്കായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. മാത്രമല്ല നമുക്കിതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ എക്സാം എന്ന് പറയുന്നത് 10ാം ക്ലാസ് യോഗ്യതയുള്ള എക്സാമുകളുണ്ട്, ITI പഠിച്ചവർക്ക് എഴുതാൻ പറ്റുന്ന എക്സാമുകളുണ്ട്, ഡിഗ്രി പഠിച്ചവർക്ക് എഴുതാൻ പറ്റുന്ന എക്സാമുകളുണ്ട്, +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന എക്സാമുകളുണ്ട്. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ഏതുമായിക്കോട്ടെ, നിങ്ങൾക്ക് റെയിൽവേയിൽ ഒരു അവസരമുണ്ട്, നിങ്ങളുടെ സീറ്റ് അവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ എക്സാമുകൾക്ക് വളരെ ആധികാരികമായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ള ഒരൊറ്റ കാര്യമാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് റെയിൽവേയുടെ വരാനിരിക്കുന്ന എക്സാമുകൾക്കുള്ള എല്ലാ കോഴ്സുകളും നമുക്ക് അവൈലബിൾ ആണ്. അതിനായിട്ടുള്ള ബാച്ചാണ് RRB റെഗുലർ ബാച്ച് എന്ന് പറയുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് മൊത്തം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക. വരാനിരിക്കുന്ന റെയിൽവേ എക്സാമുകൾക്കായിട്ട് ലക്ഷക്കണക്കിന് ഒഴിവുകളിലേക്കായിട്ട് നമുക്കും മത്സരിച്ചു തുടങ്ങാം. സൈലത്തോടൊപ്പം ഓൾ ദി ബെസ്റ്റ്.